നമ്മുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട്, അത് നമ്മളെ ഉള്ളുലച്ച് തകർത്തെറിയും. ആ ഘട്ടത്തിൽ എല്ലാം അവസാനിച്ചു, നല്ലതൊന്നും ഇനിയില്ലെന്ന് തോന്നും. ഭിത്തിയിലിടിച്ച് നമ്മൾ സ്വയം ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? ഹൃദയം പലവട്ടം തകരും. ഓരോ മുറിവും പുതിയൊരു വേദനയായി നമ്മെ വേട്ടയാടും. പക്ഷേ ആഴമേറിയ ആ വേദനയിൽ നമ്മളറിയാതെ ജീവിതം പതുക്കെ നമുക്കൊരു പുതിയ വഴി തുറക്കുന്നുണ്ടാകും. ആ ദുരിതത്തിൽ മുങ്ങിപ്പോയതുകൊണ്ട് മാത്രം നന്മയുടെ ഒരു കണിക പോലും കാണാൻ, മനസ്സിലാക്കാൻ, അനുഭവിക്കാൻ നമുക്ക് കഴിയാറില്ല. എന്നാൽ കാലം മുന്നോട്ട് കുതിക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും, അന്ന് ദുരന്തമായി തോന്നിയതായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. ആരെങ്കിലും നമ്മളെ വിട്ടുപോയപ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ അടുക്കാൻ തുടങ്ങി. ഒരു സ്വപ്നം തകർന്നു വീണപ്പോൾ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി. ഒരു ബന്ധം ചിതറിപ്പോയപ്പോൾ ആ തകർച്ചയിലാണ് നമ്മുടെ ഉയിർത്തെഴുന്നേൽപ്പ് ഒളിഞ്ഞിരുന്നത്. ചിലപ്പോൾ ഏറ്റവും മോശമെന്ന് കരുതുന്ന നിമിഷമാണ് നമ്മുടെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ പുതിയ തുടക്കം. നമ്മൾ നമ്മളെത്തന്നെ വീണ്ടും കെട്ടിപ്പടുക്കുന്നത്, മുൻപത്തേതിനേക്കാൾ ശക്തരായി മാറുന്നു. ഇതൊരു ദുരന്തമായിപ്പോയി എന്ന് പലരും പറയും. എന്നാൽ കാലം മായ്ച്ചു കളഞ്ഞ വേദനയുടെ ശേഷിപ്പുകളിൽ നിന്ന് വളരെ കുറച്ചുപേർ മാത്രം പറയും, ഭാഗ്യം, അത് സംഭവിച്ചു. അല്ലെങ്കിൽ എനിക്കൊരിക്കലും എന്നെത്തന്നെ മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു എന്ന്. കഥ തുടങ്ങുന്നത് സർവ്വതും ചിതറിപ്പോയ പ്രതീക്ഷയുടെ ഒരു നേർത്ത കിരണം പോലുമില്ലാത്ത ഒരിടത്തുനിന്നാണ്. ഹൃദയം വീണ്ടും വീണ്ടും ഒരു ചോദ്യം മാത്രം മന്ത്രിച്ചു, എന്തുകൊണ്ട് ഇത് എനിക്കു മാത്രം സംഭവിച്ചു? 4 വർഷത്തോളം ഒരുവനെ തന്റെ സർവസ്വമായി കണ്ടൊരു പെൺകുട്ടിയുണ്ടായിരുന്നു. അവനുവേണ്ടി അവൾ സ്വന്തം കുടുംബത്തോടു പോലും പോരാടി, എല്ലാ സ്വപ്നങ്ങളും അവന്റെ പേരിൽ എഴുതിവെച്ചു. എന്നാൽ ഒരുനാൾ ഒരു വാക്കുപോലും പറയാതെ അവൻ അവളുടെ ജീവിതത്തിൽ നിന്ന് നടന്നകന്നു. അവൾ തകർന്നുപോയി, അലമുറയിട്ട് കരഞ്ഞു, മുറിക്കുള്ളിൽ സ്വയം അടച്ചിട്ടു. ഭക്ഷണവും വെള്ളവും പോലും അവൾക്ക് വേണ്ടാതായി. ഓരോ ദിവസവും ഒരേ ചോദ്യം മാത്രം അവളുടെ ഉള്ളിൽ അലയടിച്ചു, എന്തുകൊണ്ട് എനിക്കു മാത്രം ഇത് സംഭവിച്ചു? എന്നാൽ മാസങ്ങൾക്കു ശേഷം ഒരു ദിവസം അവൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സ്വയം ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ എന്റെ പൂർണ്ണമായ വ്യക്തിത്വം മറ്റൊരാളിൽ നഷ്ടപ്പെടുത്തിയോ? ആ നിമിഷം ഒരു മാറ്റം ആരംഭിച്ചു. അവൾ തന്റെ വേദനയെ ശക്തിയാക്കി മാറ്റി. അവൾ എഴുന്നേറ്റു, പഠനത്തിൽ സ്വയം അർപ്പിച്ചു. ഇന്ന് അവൾ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IAS ഓഫീസർമാരിൽ ഒരാളാണ്. ഒരു കാലത്ത് അവൾ സർവസ്വമായി കണ്ടിരുന്നയാൾ അവളുടെ ഒന്നുമല്ലാതായി. അന്ന് അവൾക്ക് ഏറ്റവും വലിയ തോൽവിയായി തോന്നിയത് അവളുടെ ഏറ്റവും വലിയ വിജയമായി മാറി. അതുകൊണ്ട് നമ്മൾ സംഭവിക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതൊരു ആശ്വാസവാക്ക് മാത്രമല്ല, അതൊരു ആഴത്തിലുള്ള ജീവിത സത്യമാണ്. ഓരോ നഷ്ടവും ഒരു പുതിയ ഇടം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഓരോ അവസാനവും ഒരു പുതിയ തുടക്കത്തിന് ജന്മം നൽകുന്നു. ഓരോ വീഴ്ചയും ഒരു പുതിയ കുതിച്ചുയരലിന്റെ മുന്നോടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ സഹിച്ചവരാണ് പലപ്പോഴും ഏറ്റവും ആഴമുള്ളവരും വിവേകശാലികളുമാകുന്നത്. എന്തുകൊണ്ടെന്നാൽ അവർക്കറിയാം, ഓരോ നഷ്ടവും വെറും നഷ്ടമല്ല, പലപ്പോഴും നമ്മളിൽ നിന്ന് തട്ടിയെടുക്കപ്പെടുന്നത് നമ്മളെ നാശത്തിലേക്ക് നയിക്കാമായിരുന്ന ഒരു പാതയിൽ നിന്ന് രക്ഷിക്കുകയായിരിക്കും. മുംബൈയിലെ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഒരു മുൻകരുതലുമില്ലാതെ, ഒരു മുന്നറിയിപ്പുമില്ലാതെ അവന്റെ ഇൻബോക്സിലേക്ക് ഒരു മെയിൽ വന്നു, നിങ്ങളുടെ സേവനങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ആ വാക്കുകൾ അവനെ തകർത്തു. അവൻ തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഇനി എനിക്കെന്തുണ്ട് എന്ന് സ്വയം ചോദിച്ചു. എന്നാൽ ആ ദിവസം അവന് ലഭിച്ച അപ്രതീക്ഷിത ഒഴിവു സമയത്ത് അവൻ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്നൊരു കോളേജ് സ്വപ്നം പൊടി തട്ടിയെടുത്തു. ഒരു ഫുഡ് സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ആശയം. ആദ്യമൊക്കെ പലരും അവനെ പരിഹസിച്ചു. പക്ഷേ 3 വർഷത്തിനുള്ളിൽ അവന്റെ സ്റ്റാർട്ടപ്പ് രാജ്യമെമ്പാടും ശാഖകൾ തുറന്നു. ഇന്നവൻ പറയുന്നു, അന്ന് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും മറ്റൊരാൾക്കു വേണ്ടി രാവിലെ 9 മുതൽ രാത്രി 9 വരെ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം മാത്രമായിരുന്നേനെ. എല്ലാം അവസാനിച്ചുവെന്ന് തോന്നിയ ആ നിമിഷം ജീവിതം അവനെ അവന്റെ യഥാർത്ഥ പാതയിലേക്ക് നയിക്കുകയായിരുന്നു. ഇത്തരം കഥകൾ ആയിരക്കണക്കിനുണ്ട്. അതിലൊന്ന് നിങ്ങളുടേതുമാണ്. അതെ, നിങ്ങളുടെ സ്വന്തം കഥ. നിങ്ങൾക്കും അസഹനീയമെന്ന് തോന്നിയ ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. എന്നാൽ ഒന്ന് നിർത്തൂ, ആഴത്തിൽ ചിന്തിക്കൂ. ആ ദുഃഖം നിങ്ങൾക്ക് ഒരു പാഠവും നൽകിയില്ലേ? ആ വേദന നിങ്ങളെ മുൻപത്തേക്കാൾ ശക്തനാക്കിയില്ലേ? ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലർ അകന്നുപോകും. അവരെ തടയാൻ നമ്മൾ 1000 വഴികളിലൂടെ ശ്രമിക്കും. പക്ഷെ പിന്നീട് മാത്രമേ നമുക്ക് മനസ്സിലാകൂ, അവരുടെ വേർപാട് തന്നെയായിരുന്നു നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്ന്. അതിനുശേഷമല്ലേ നമ്മൾ നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകും. അവിടെയെല്ലാം അവസാനിച്ചുവെന്ന് തോന്നും. എന്നാൽ അവിടെ നിന്നാണ് ഒരു പുതിയ പാത ആരംഭിക്കുന്നത്. അത് ആ നിമിഷം നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ പിന്നീട് നാം തിരിച്ചറിയും, ആ കൈപ്പേറിയ അനുഭവമില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ നിലയിൽ എത്തില്ലായിരുന്നുവെന്ന്. അതുകൊണ്ട് സംഭവിച്ചതെല്ലാം ആവശ്യമായിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെ. ഒരുപക്ഷെ ഇപ്പോൾ വേദനയുണ്ടാകാം, കണ്ണുനീരുണ്ടാകാം, പക്ഷെ ഒരു ദിവസം ഇതും കടന്നുപോകും. അപ്പോൾ നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയും, സംഭവിച്ചതെല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നുവെന്ന്. ഈ ചിന്തയും ഈ വിശ്വാസവുമാണ് ജീവിതത്തിന് പുതിയ നിറം നൽകുന്നത്.
ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ കഥ വീണ്ടും എഴുതാൻ കഴിയുന്നത്. ഈ തവണ നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ നിബന്ധനകളിൽ. ഒരു സംഭവത്തിൽ എന്തെങ്കിലും നല്ലത് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദുഃഖം വെറും ദുഃഖമല്ലാതാകും. അതൊരു സന്ദേശമായി മാറും, നല്ലതെന്തോ വഴിയിലുണ്ടെന്നതിന്റെ സൂചനയായി. ഈ ആശയമാണ് ഈ വീഡിയോയുടെ കാതൽ. ഈ തുടക്കം നിങ്ങൾ കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത ഭാഗം നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നു. കാരണം ജീവിതം നമ്മളെ തകർക്കുമ്പോൾ അത് നമ്മളെ പുതിയതാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇനി നമ്മൾ മനസ്സിലാക്കും. ചില അനുഭവങ്ങൾ നമ്മളെ ശ്വാസം കിട്ടാതെയാക്കും. ഉറക്കം വരുമെങ്കിലും സമാധാനം നമ്മെ വിട്ടുപോകും. നമ്മൾ തകർന്നുപോകും, ചിതറിപ്പോകും, ഒരുപക്ഷെ ഇനി ഒന്നും പഴയതുപോലെയാകില്ലെന്ന് തോന്നും. എന്നാൽ നമ്മൾ പലപ്പോഴും ഒരു സത്യം മറക്കുന്നു: ജീവിതം നമ്മളെ വെറുതെ തകർക്കില്ല. ഓരോ വീഴ്ചയിലും അത് നമ്മളെ പുതിയതൊന്ന് നിർമ്മിക്കാൻ പഠിപ്പിക്കുന്നു. നമ്മുടെ അഹങ്കാരം, വ്യാമോഹങ്ങൾ, ബലഹീനതകൾ, ഇവ ഓരോന്നും ഒന്നൊന്നായി തകരുന്നു. ആ തകർച്ചയുടെ ശബ്ദം പോലും നമ്മൾ കേൾക്കില്ല. എന്നാൽ പൂർണ്ണമായി ചിതറിപ്പോകുമ്പോൾ മാത്രമാണ് നമ്മളെത്തന്നെ പുതിയ രൂപത്തിൽ വാർത്തെടുക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നത്. ഒരു വിത്ത് മണ്ണിൽ പൂഴ്ത്തിവെക്കാതെ, ഇരുട്ടിൽ ഒറ്റയ്ക്കാക്കാതെ അത് ഒരിക്കലും ഒരു തൈയായി വളരില്ല. അതുപോലെ ഒരു മനുഷ്യൻ തകരുന്നതുവരെ അവനവന്റെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയുന്നില്ല. ചിലപ്പോൾ നമ്മളെ ഇല്ലാതാക്കാൻ വരുന്ന വേദന തന്നെയാകും നമ്മളെ വീണ്ടും സൃഷ്ടിക്കുന്നത്, ഇത്തവണ മുൻപത്തേതിനേക്കാൾ എത്രയോ ശക്തരായി. ഒരു കാലത്ത് എല്ലാവരും ദുർബലനെന്ന് വിളിച്ചിരുന്ന, സംസാരിക്കാൻ ഭയപ്പെട്ടിരുന്ന, ആൾക്കൂട്ടത്തിൽ വിറച്ചിരുന്ന, ഒറ്റപ്പെടലിൽ നിന്ന് ഓടിയൊളിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവന്റെ ജീവിതത്തിൽ ഒരു ദിവസം വന്നു. അവന്റെ ഏറ്റവും വേണ്ടപ്പെട്ടയാൾ അവനെ ഉപേക്ഷിച്ചു. അന്ന് അവൻ കരുതി എല്ലാം നഷ്ടപ്പെട്ടുവെന്ന്. പക്ഷേ ആ രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് അവൻ ആദ്യമായി സ്വയം ചോദിച്ചു: ഞാൻ എത്ര നാൾ എന്നിൽ നിന്ന് ഒളിച്ചോടും? ആ ചോദ്യം അവന്റെ ജീവിതത്തിലെ വഴിതിരിവായി. അവൻ സ്വയം മാറാൻ തുടങ്ങി. പതിയെ പതിയെ തന്റെ പരിഭ്രമങ്ങളെ അവൻ കീഴ്പ്പെടുത്തി. പുസ്തകങ്ങൾ വായിച്ചും വീഡിയോകൾ കണ്ടും മൈക്കിനു മുന്നിൽ സംസാരിച്ച് പരിശീലിച്ചും അവൻ മുന്നേറി. ഇന്ന് അവന്റെ പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ കേട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കണ്ണുനീരടക്കാൻ കഴിയാറില്ല. അന്ന് അവനെ തകർക്കാൻ വന്ന ആ ദിവസം അവന്റെ യഥാർത്ഥ ജീവിതത്തിന്റെ ആദ്യ അധ്യായമായി മാറി. കാരണം ജീവിതം നമ്മളെ തകർക്കുമ്പോൾ അത് നമ്മളെ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അത് നമ്മളെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റുകയാണ്. നമ്മൾ ഏറ്റവും തകർന്നതായി തോന്നുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ആത്മാവിന് ഏറ്റവും കൂടുതൽ രൂപം നൽകുന്നത്. എന്നാൽ ആ വേദനയെ നമ്മുടെ അവസാനമായി കാണുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. നമ്മൾ കത്തുന്ന ഈ അഗ്നി യഥാർത്ഥത്തിൽ നമ്മളെ ശുദ്ധീകരിക്കുകയാണെന്ന് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. മനഃശാസ്ത്രം പോലും പറയുന്നു, ആഴത്തിലുള്ള ഒരു വേദന ഒരാളുടെ ആത്മാവിനെ ഉലയ്ക്കുന്നതുവരെ അയാൾ സ്വയം മാറില്ലെന്ന്. ഓരോ വലിയ മാറ്റവും ഒരു വലിയ വേദനയ്ക്ക് ശേഷമാണ് വരുന്നത്. ഇതാണ് നാം തിരിച്ചറിയേണ്ട പ്രധാന കാര്യം. വേദന നമ്മുടെ ശത്രുവല്ല, അത് നിശബ്ദനായ ഒരു അധ്യാപകനാണ്. ഒന്നും പറയാതെ നമ്മളെ ഏറ്റവും വലിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്നവൻ. നമ്മളിൽ പലരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്: ആ സംഭവമുണ്ടായിരുന്നില്ലെങ്കിൽ, ആ ബന്ധം തകർന്നിരുന്നില്ലെങ്കിൽ, ആ ജോലി നഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിൽ. എന്നാൽ ഒരുപക്ഷെ ആ വേദനകളില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരാണോ അതൊരിക്കലും ആകില്ലായിരുന്നു. ജീവിതത്തിലെ ഓരോ വലിയ വഴിതിരിവിനും മുൻപ് ഒരു വലിയ തകർച്ചയുണ്ടാകും. മനഃശാസ്ത്രജ്ഞർ ഇതിനെ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് വിളിക്കുന്നു. അതായത് ദുരിതത്തിനു ശേഷമുണ്ടാകുന്ന വളർച്ച. ആഴത്തിലുള്ള ദുഃഖങ്ങളിലൂടെയോ നഷ്ടങ്ങളിലൂടെയോ വിഷമങ്ങളിലൂടെയോ കടന്നുപഴാകുന്ന ആളുകൾ പലപ്പോഴും മുൻപത്തേക്കാൾ മികച്ച മനുഷ്യരായി ഉയർന്നുവരുന്നു. അവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ സഹനശക്തിയുണ്ടാകും. അവരുടെ ചിന്തകൾക്ക് കൂടുതൽ ആഴമുണ്ടാകും. എല്ലാറ്റിനുമുപരിയായി അവർക്ക് തങ്ങളോട് തന്നെ ഒരു പുതിയ ആദരവ് ഉണരും. കാരണം തങ്ങളുടെ ഏറ്റവും വലിയ തോൽവിയെ അവർ ഏറ്റവും വലിയ പാഠമാക്കി മാറ്റിയിട്ടുണ്ടാകും. മോശം സമയങ്ങൾ നമുക്കെതിരാണെന്ന് നമ്മൾ കരുതും. എന്നാൽ പലപ്പോഴും അത് നമുക്കുവേണ്ടി പോരാടുകയായിരിക്കും. നമ്മളത് കാണുന്നില്ലെന്ന് മാത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാതിരിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. പക്ഷെ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം നമ്മൾ മനസ്സിലാക്കും, അയ്യോ, അത് സംഭവിക്കാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ മറ്റെവിടെയെങ്കിലും കുടുങ്ങിപ്പോയേനെ എന്ന്. ഇതിനെയാണ് മനഃശാസ്ത്രത്തിൽ കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. അതായത് ചിന്താരീതിയെ മാറ്റിയെടുക്കുക. ഓരോ സംഭവത്തെയും അതിൽ എന്തെങ്കിലും നല്ലത് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന കാഴ്ചപ്പാടോടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറും. ഈ കല പഠിക്കുന്ന ഒരാൾ ഒരു തോൽവിയെയും തോൽവിയായി കണക്കാക്കില്ല. ഓരോ ദുരിതത്തിലും അയാൾക്കൊരു പാഠം കാണും. ഓരോ മുറിവിലും ഒരു അറിവ്, ഓരോ തിരസ്കരണത്തിലും ഒരു പുതിയ പ്രചോദനം. അതുകൊണ്ട് ജീവിതം നിങ്ങളെ തകർക്കുമ്പോൾ കരഞ്ഞു തീർന്ന ശേഷം ശാന്തമായി ഒന്ന് സ്വയം ചോദിക്കൂ: ഇതിൽ നിന്ന് എനിക്കെന്ത് പഠിക്കാൻ കഴിയും? കാരണം തകർന്നതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് വീണ്ടും ഒന്നിക്കാൻ കഴിയൂ. എന്നാൽ ഈ തവണ നിങ്ങൾ പുതിയ രൂപത്തിലും പുതിയ ചിന്തയിലുമായിരിക്കും. പഴയ നിങ്ങളായിരിക്കില്ല നിങ്ങൾ. ഒരവസ്ഥയ്ക്കും തോൽപ്പിക്കാനാവാത്ത ഒരാളായി മാറിയിട്ടുണ്ടാകും. ഇതാണ് ഓരോ തകർച്ചയ്ക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒളിഞ്ഞ അനുഗ്രഹം. ആഴമുള്ളതും ശക്തവും മനോഹരവുമായ ഒരു പുതിയ അസ്തിത്വം. നമ്മൾ ജീവിക്കുമ്പോഴാണ് സ്വപ്നങ്ങളുടെ ലോകം ഏറ്റവും മനോഹരമായി തോന്നുന്നത്. എന്നാൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഒരു പ്രഹരമായി നമ്മളെ ഉണർത്തുമ്പോൾ ആ ലോകം തകർന്നടിയും.
ചിലപ്പോൾ ഈ ആഘാതം പ്രിയപ്പെട്ടവരുടെ വഞ്ചനയാകാം, അല്ലെങ്കിൽ ജോലിയുടെ നഷ്ടം, ഒരാഴത്തിലുള്ള മുറിവ്, അതല്ലെങ്കിൽ ജീവിതം മുഴുവൻ തകർന്നടിയുന്നതുപോലുള്ള ഒരു ദുരന്തം. ആ നിമിഷം എല്ലാം അവസാനിച്ചുവെന്ന് അയാൾക്ക് തോന്നും, ഒന്നും ബാക്കിയില്ലെന്ന്. എന്നാൽ ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കാം വലിയൊരു തുടക്കം പിറവികൊള്ളുന്നത്. ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ദുരന്തമെന്ന് കരുതിയ കാര്യമായിരിക്കും പിന്നീട് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നത്. ഇതെല്ലാം നഷ്ടപ്പെട്ട ശേഷം എല്ലാം നേടിയെടുത്ത ഒരു മനുഷ്യന്റെ കഥയാണ്. റെയിൽവേ സ്റ്റേഷനുകളിൽ വെള്ളം വിറ്റും ഓഫീസുകളിൽ തൂപ്പുജോലി ചെയ്തും ജീവിച്ച ഒരാൾ. ഒരു ഘട്ടത്തിൽ വിശപ്പും അവശതയും കാരണം റോഡരികിൽ തളർന്നു വീണവൻ. എന്നാൽ അവന്റെ ഏറ്റവും വലിയ ശക്തി എന്തെങ്കിലും ചെയ്യാനും ആരൊക്കെയോ ആകാനുമുള്ള അവന്റെ ഉള്ളിലെ അദമ്യമായ ദാഹമായിരുന്നു. കുടുംബം തകർന്നു, ആരും കൂടെയുണ്ടായിരുന്നില്ല. അവൻ ഏറ്റവും സ്നേഹിച്ച പെൺകുട്ടി പോലും അവനെ ഉപേക്ഷിച്ചുപോയി. അതൊരു വഴിത്തിരിവായിരുന്നു. ജീവിതം അവന് 2 വഴികൾ കാണിച്ചു. ഒന്നുകിൽ തകർന്നിരിക്കുക, അല്ലെങ്കിൽ ആ ദുരന്തത്തെ ഒരു അഗ്നിയാക്കി മാറ്റി താനാരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക. അവൻ തന്റെ കണ്ണുനീരിനെ ആയുധമാക്കി. ഒഴിഞ്ഞ പോക്കറ്റുകളെ അചഞ്ചലമായ നിശ്ചയദാർഢ്യം കൊണ്ട് നിറച്ചു. രാവും പകലും കഠിനാധ്വാനം ചെയ്തു. ചെറിയ ജോലികൾ ചെയ്ത് പണം കണ്ടെത്തി. സ്വയം പഠിച്ചു. ഒരു ചെറിയ ടീമിനെ കെട്ടിപ്പടുത്തു. ഒടുവിൽ സ്വന്തമായി ഒരു ബ്രാൻഡ് പുറത്തിറക്കി. തുടക്കത്തിൽ ആരും അവനെ അറിഞ്ഞില്ല, ആരും അവനെ വിശ്വസിച്ചില്ല. എന്നാൽ പതിയെ പതിയെ അവന്റെ കഠിനാധ്വാനം ഫലം കണ്ടു തുടങ്ങി. ഇന്ന് അവൻ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നു. അവന്റെ പേര് കേട്ടാൽ ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. ഒരു കാലത്ത് ഒരു ജോഡി ഷൂസ് പോലും സ്വന്തമായി ഇല്ലാതിരുന്ന അവന് ഇന്ന് ലോകത്തിലെ വലിയ ബ്രാൻഡുകളുമായി കരാറുകളുണ്ട്. ആളുകൾ അവനെ നോക്കി ചോദിക്കും, ഇതെല്ലാം എങ്ങനെ സാധിച്ചു? അവൻ വെറുതെ പുഞ്ചിരിച്ചുകൊണ്ട് പറയും, എന്റെ തകർച്ചയായിരുന്നു എന്റെ ഏറ്റവും വലിയ ശക്തി. കാരണം അതെല്ലാം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, അതെല്ലാം നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനായിരിക്കുന്ന ഈ നിലയിലെത്താൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സംഭവിക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന്. ഇനി പുറമെ കാണാത്ത എന്നാൽ ഉള്ളിൽ നിന്ന് ഒരു വ്യക്തിയെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന ആ വേദനയെക്കുറിച്ച് പറയാം. തകർന്ന ബന്ധങ്ങളുടെ വേദന. ഒരു ബന്ധം തകരുമ്പോൾ വെറും 2 വ്യക്തികൾ മാത്രമല്ല വേർപിരിയുന്നത്. അതോടൊപ്പം പ്രതീക്ഷകളും ഓർമ്മകളും വരാനിരിക്കുന്ന സ്വപ്നങ്ങളും ചിതറിപ്പോകുന്നു. ചിലപ്പോൾ ഈ ലോകത്ത് ഇനി ആരും തനിക്ക് സ്വന്തമായില്ലെന്ന് തോന്നിപ്പോകും. എന്നാൽ നമ്മളെ വിട്ടുപോയ ആ ബന്ധം ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചത് അത് നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയിരുന്നതുകൊണ്ടാകാം. നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം രൂപപ്പെടുന്നതിൽ നിന്നും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരുന്നതിൽ നിന്നും അത് നമ്മളെ തടഞ്ഞിരുന്നിരിക്കാം. വളരെ ബുദ്ധിമതിയും വികാരപരവും പ്രണയത്തിൽ മുഴുകിയിരുന്ന ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. ഒരു വ്യക്തിക്കുവേണ്ടി അവൾ തന്റെ ലോകം മുഴുവൻ സമർപ്പിച്ചു. വീട്ടുകാരുമായി തർക്കിച്ചു, സ്വന്തം സ്വപ്നങ്ങളെല്ലാം പിന്നിലാക്കി, ഒരേയൊരു വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം. പക്ഷേ ഒരു ദിവസം ആ വ്യക്തി ഒന്നും പറയാതെ അവളെ വിട്ടുപോയി. ആ പെൺകുട്ടി തനിച്ചായി തകർന്ന് രാത്രികളിൽ കരഞ്ഞുകൊണ്ട് ഉറങ്ങി. തുടക്കത്തിൽ അവൾക്ക് തോന്നി ഇനി ജീവിതത്തിലൊന്നും ബാക്കിയില്ലെന്ന്. എന്നാൽ പതിയെ പതിയെ ആ ഒറ്റപ്പെടലിൽ അവൾ സ്വയം കണ്ടെത്താൻ തുടങ്ങി. അവൾ സ്വയം ചോദിച്ചു, ഞാനാരാണ്? ഞാൻ ആരുടെയെങ്കിലും കൂട്ടുകിട്ടാൻ വേണ്ടി മാത്രം ജനിച്ചവളാണോ? ആ ചോദ്യം അവളുടെ ജീവിതത്തിലെ വഴിതിരിവായി. അവൾ വീണ്ടും പഠിക്കാൻ തുടങ്ങി, സ്വയം മെച്ചപ്പെടുത്തി. തന്റെ ഉള്ളിലെ ശബ്ദത്തെ അവൾ തിരിച്ചറിഞ്ഞു. ഇന്ന് അവൾ ഒരു പ്രശസ്ത പബ്ലിക് സ്പീക്കറാണ്. അവളുടെ വാക്കുകൾ ലക്ഷക്കണക്കിന് ഹൃദയങ്ങൾക്ക് ധൈര്യം പകരുന്നു. നഷ്ടപ്പെട്ടതിനു ശേഷം ജീവിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ലെന്ന് കരുതിയ അതേ വ്യക്തി കാരണമാണ് അവൾ ഇന്ന് ജീവിക്കാൻ പഠിച്ചത്. കാരണം ബന്ധങ്ങൾ തകരുമ്പോൾ അത് നമ്മളെ ശൂന്യരാക്കുകയല്ലെന്ന് അവൾക്കിപ്പോൾ അറിയാം. മറിച്ച് അത് നമ്മളെ സ്വയം നിറയ്ക്കാനുള്ള അവസരം നൽകുകയാണ്. പലപ്പോഴും ഒരു വ്യക്തി പോകുന്നത് ഇനി അവർ നമ്മുടെ ജീവിതപാതയുടെ ഭാഗമല്ലാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ ഒരു ബന്ധം അവസാനിക്കുന്നത് നമുക്ക് നമ്മളുമായി ഒരു പുതിയ ബന്ധം സ്ഥാപിക്കേണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപൂർണനായി എന്ന് കരുതരുത്. മറിച്ച് നിങ്ങൾ ഇപ്പോൾ സ്വയം പൂർണ്ണനാകാൻ പോകുകയാണെന്ന് ചിന്തിക്കുക. ചിലപ്പോൾ ഹൃദയം തകരുന്നത് ആത്മാവ് ഉണരാനാണ്. ചിലപ്പോൾ ആളുകൾ നമ്മളെ വിട്ടുപോകുന്നത് നമുക്കുവേണ്ടി ഒരു ഇടമുണ്ടാക്കാനാണ്. ഒറ്റപ്പെടലിൽ മാത്രമാണ് ഒരാൾക്ക് തന്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിയാൻ കഴിയുന്നത്. വിട്ടുപോയവരോട് നന്ദിയുള്ളവരായിരിക്കുക. കാരണം അവർ പോയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുമായി അടുക്കാൻ കഴിയുമായിരുന്നില്ല. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം. ഓരോ നഷ്ടത്തിലും ഒരു അനുഗ്രഹം ഒളിഞ്ഞിരിക്കുന്നു. ഓരോ തകർച്ചയും പുതിയതെന്തോ തുടങ്ങുന്നു എന്നതിന്റെ സൂചനയാണ്. തകർന്ന ഓരോ ബന്ധവും സ്വയം കണ്ടെത്തലിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു വാതിലാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം അപ്രത്യക്ഷമാകുമ്പോൾ ആദ്യം അനുഭവപ്പെടുന്നത് കടുത്ത ശൂന്യതയാണ്. ആരെങ്കിലും നമ്മളെ അപൂർണരാക്കി കടന്നുപോയതുപോലെ, ജീവിതം നിലച്ചുപോയതുപോലെ, വഴി അവിടെ അവസാനിച്ചതുപോലെ തോന്നും. എന്നാൽ സത്യമിതാണ്, ജീവിതം ഒരിക്കലും നിലയ്ക്കുന്നില്ല. നമ്മളിൽ നിന്ന് എന്താണോ അത് എടുക്കുന്നത്, അതിലൂടെ നമുക്കുവേണ്ടി ഒരു പുതിയ പാത ഒരുക്കുകയാണ്. ആ സമയത്ത് നമ്മൾ നഷ്ടപ്പെട്ടതിനെ മുറുകെ പിടിക്കും, കരയും, വിഷമിക്കും, വേദനയോട് പോരാടും.
കാരണം അതായിരുന്നു നമ്മുടെ ആവശ്യമെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ പലപ്പോഴും വിട്ടുപോയത് നമ്മുടെ ആവശ്യമല്ല, നമ്മുടെ വളർച്ചയ്ക്കുള്ള തടസ്സമായിരുന്നു. അത് നമ്മളെ മുന്നോട്ടു പോകാൻ അനുവദിച്ചിരുന്നില്ല. അതിന്റെ വേർപാട് ആവശ്യമായിരുന്നു, വരാനിരിക്കുന്ന നല്ലതിന് ഇടം നൽകാൻ വേണ്ടി. കുട്ടിക്കാലത്ത് നമ്മളൊരു കളി കഴിച്ചിരുന്നു, പഴയ സാധനങ്ങൾ മാറ്റി പുതിയവയ്ക്ക് ഇടം നൽകുക. എന്നാൽ ജീവിതത്തിന്റെ ഈ കളിയിൽ പഴയ കാര്യങ്ങൾ സ്വയം മാറുമ്പോൾ നമ്മൾ കരയും. എന്തോ നഷ്ടപ്പെട്ടുവെന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലെ വഴി തെളിയുകയായിരിക്കും. ഒരിക്കൽ ഒരു പെൺകുട്ടി തന്റെ വീടുപേക്ഷിച്ച് ഒരാൾക്കു വേണ്ടി സർവ്വവും ത്യജിച്ചു. സ്വപ്നങ്ങളും പഠനവും സ്വാതന്ത്ര്യവും ഉൾപ്പെടെ എല്ലാം അവൾ ഉപേക്ഷിച്ചു. എന്നാൽ അവൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ആവശ്യമുള്ളപ്പോൾ അതേയാൾ അവളെ വിട്ടുപോയി. പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല. പക്ഷേ ആ ശൂന്യതയിൽ ഒരു ശബ്ദം മുഴങ്ങി, ഇനി നീ മുൻപത്തെ നീയായിരിക്കില്ല. ഇനി നിനക്ക് നിന്നെ തന്നെ കണ്ടെത്തണം. അവൾ തകർന്നുപോയി. എന്നാൽ അതേ തകർച്ചയിൽ നിന്ന് അവൾ സ്വയം തിരിച്ചറിഞ്ഞു. അവൾ തന്നോട് തന്നെ ഒരു പുതിയ ബന്ധം സ്ഥാപിച്ചു. ഇന്ന് അവൾ ഒരു വിജയകരമായ എഴുത്തുകാരിയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അവളുടെ പുസ്തകങ്ങളിലൂടെ സ്വയം കണ്ടെത്തുന്നു. ഒരു അഭിമുഖത്തിൽ അവൾ പറഞ്ഞു, ആ വ്യക്തി എന്നെ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷേ ഇപ്പോഴും മറ്റൊരാളുടെ തണലിൽ ജീവിക്കുമായിരുന്നു. അവൻ പോയത് വഴി ഒഴിഞ്ഞുതരാൻ വേണ്ടിയാണ്, എനിക്ക് എന്റേതായ ഒരു പുതിയ വഴി ഉണ്ടാക്കാൻ വേണ്ടി. ജീവിതം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അത് നമ്മളിൽ നിന്ന് ഒന്നും എടുക്കുന്നില്ല, അത് നമ്മളെ നമ്മളിലേക്ക് തന്നെ നയിക്കുന്നു. ഇപ്പോൾ ഒന്ന് നിർത്തുക, ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ആ വ്യക്തി, ആ ജോലി, ആ സ്വപ്നം, ആ സമയം, അതെല്ലാം നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നെവിടെയായിരുന്നേനെ? നിങ്ങൾ ഇന്നത്തെ വ്യക്തിയാകുമായിരുന്നോ? നിങ്ങൾ പഠിച്ചതൊക്കെ പഠിക്കുമായിരുന്നോ? നിങ്ങൾ നിങ്ങളെത്തന്നെ ഇത്ര ആഴത്തിൽ അറിയുമായിരുന്നോ? അന്നെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നെവിടെയായിരുന്നേനെ? ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലും ചില വഴിത്തിരിവുകളുണ്ട്. അതവനെ തകർക്കുമെന്ന് പോലും തോന്നിപ്പിക്കും. എന്നാൽ പിന്നീട് നാം തിരിച്ചറിയും, അതേ വഴിത്തിരിവുകളാണ് നമ്മളെ ഏറ്റവും മനോഹരമായ ദിശയിലേക്ക് നയിച്ചതെന്ന്. ഒന്ന് പിന്നോട്ടുപോയി നിങ്ങളുടെ ജീവിതം നോക്കൂ. എല്ലാം അവസാനിച്ചുവെന്ന് തോന്നിച്ച ആ മോശം ദിവസം ഓർമ്മിക്കൂ. എന്നിട്ട് ചിന്തിക്കുക, അതിന് ഒരു പ്രയോജനവും ഉണ്ടായില്ലേ? എല്ലായ്പ്പോഴും ഇല്ലെങ്കിൽ പോലും പലപ്പോഴും മോശമെന്ന് തോന്നുന്ന ആ നിമിഷം നമ്മുടെ ഏറ്റവും നല്ല ഭാവിയുടെ തുടക്കമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്ന ഓരോ കാര്യവും നമുക്കൊരു പാഠം നൽകിയാണ് പോകുന്നത്. അത് പുതിയൊരു വഴി തുറന്നുതരുന്നു, നമുക്കൊരു പുതിയ ഇടമൊരുക്കുന്നു. പക്ഷേ അതാ നിമിഷം നമ്മൾ അത്രയധികം ഭയന്നുപോകും, ആ മുറിവിൽ ആഴത്തിൽ മുങ്ങിപ്പോകും. ജീവിതം പുതിയതെന്തോ പറയാൻ ആഗ്രഹിക്കുന്നുവെന്ന് പോലും നമുക്ക് കാണാൻ കഴിയില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും തകരുമ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം വരും, ഇനി പുതിയതെന്തോ ഉണ്ടാകാൻ പോകുന്നു. ആ ശബ്ദം നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ തോൽവി പോലും ഏറ്റവും വലിയ ശക്തിയായി മാറും. ചിലപ്പോൾ ബന്ധങ്ങളില്ലാതാകും, ചിലപ്പോൾ കരിയർ നിലച്ചുപോകും, ചിലപ്പോൾ സ്വപ്നങ്ങൾ തകർന്നു തരിപ്പണമാകും. പക്ഷേ ഇവയ്ക്കെല്ലാം പിന്നിൽ ജീവിതം നിശബ്ദമായി ഒരു പുതിയ പദ്ധതി തയ്യാറാക്കുന്നുണ്ടാകും. കാരണം പഴയതു പോകാതെ പുതിയത് എങ്ങനെ വരും? ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ചിലർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ആ തിരക്കഥയിൽ അവരുടെ റോൾ പൂർത്തിയായിട്ടുണ്ടാകും. അവർ വെറുമൊരു കഥാപാത്രമായിരുന്നു. അവർ നമ്മളെ എന്തെങ്കിലും പഠിപ്പിച്ചു, എന്തെങ്കിലും മനസ്സിലാക്കിപ്പിച്ചു. ഇപ്പോൾ അവർ തിരശ്ശീലയ്ക്ക് പിന്നിൽ പോയി. പക്ഷേ കഥ ഇനിയും ബാക്കിയാണ്. ഈ കഥ നിങ്ങളുടേതാണ്. നിങ്ങളുടെ പോരാട്ടത്തിന്റെ കഥയാണ്. നിങ്ങൾ ഒരു പുതിയ വ്യക്തിയാകുന്നതിന്റെ കഥയാണ്. അതെല്ലാം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ആരാണോ അതൊരിക്കലും ആകില്ലായിരുന്നു. അതുകൊണ്ട് അടുത്ത തവണ എന്തെങ്കിലും മോശം സംഭവിക്കുമ്പോൾ കരയുക, ദുഃഖിക്കുക. എന്നാൽ അതിനുശേഷം സ്വയം ഈ ചോദ്യം തീർച്ചയായും ചോദിക്കൂ, ഇതെല്ലാം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ആരാകുമായിരുന്നു? ഉത്തരം നിങ്ങൾക്ക് സ്വയം ലഭിക്കും. ഞാൻ ഒരുപക്ഷെ അപൂർണനായിരുന്നേനെ, പക്ഷെ ഇപ്പോൾ ഞാൻ എന്നെത്തന്നെ പൂർണ്ണനാക്കുകയാണ്. ജീവിതം ഒരു കഥയാണ്. ഓരോ കഥയിലും ഒരു വഴിത്തിരിവ് അനിവാര്യമാണ്. ഓരോ തെറ്റായ വഴിത്തിരിവും, ഓരോ തകർന്ന സ്വപ്നവും, ഓരോ നഷ്ടപ്പെട്ട ബന്ധവും, ഇതെല്ലാം കൂടുതൽ മികച്ചതെന്തോ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നതിന്റെ സൂചനകൾ മാത്രമാണ്. നമ്മൾ ഒരു കാര്യം നഷ്ടപ്പെടുത്തുമ്പോൾ എല്ലാം അവസാനിച്ചുവെന്ന് തോന്നും. പക്ഷേ കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, സംഭവിച്ചതെല്ലാം ആവശ്യമായിരുന്നുവെന്ന്. അത് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. ഒരു പഴയ സ്വപ്നം തകരുമ്പോഴല്ലേ പുതിയൊരു സ്വപ്നത്തിനു വേണ്ടി ഉറക്കം നഷ്ടപ്പെടുന്നത്? ഒരാൾ കൂടെ നടക്കാതിരിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് സ്വയം നടക്കാൻ പഠിക്കുന്നത്? ഒരു ബന്ധം, ഒരവസരം, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുമ്പോൾ തുടക്കത്തിൽ നമ്മൾ ഭയപ്പെടും. എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലാകും, ആ നഷ്ടത്തിൽ തന്നെയായിരുന്നു നമ്മുടെ യഥാർത്ഥ നേട്ടം ഒളിഞ്ഞിരുന്നത്. സംഭവിക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടിയാണ് എന്ന വാക്യം കേവലം ഒരു പഴമൊഴി മാത്രമല്ല. അത് ഒരു ജീവിത ദർശനമാണ്, ഒരു കാഴ്ചപ്പാടാണ്, ഒരു ചിന്തയാണ്, ജീവിക്കാനുള്ള ഒരു കലയാണ്. ചിലപ്പോൾ ജീവിതം നമ്മളിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ അർഹിക്കുന്നത് നമുക്ക് നൽകാനായിരിക്കും. മറ്റു ചിലപ്പോൾ അത് നമ്മളെ തകർത്തെറിയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു പുതിയ രൂപത്തിലേക്ക് നമ്മളെ വാർത്തെടുക്കാനായിരിക്കും. അതുകൊണ്ട് അടുത്ത തവണ ജീവിതം നിങ്ങളെ ഞെട്ടിക്കുമ്പോൾ ഭയപ്പെടരുത്, ഓടിയൊളിക്കരുത്. ഒരു ദീർഘശ്വാസമെടുത്ത് സ്വയം പറയുക,
ഒരുപക്ഷെ ഈ പാത എന്നെ എനിക്കുവേണ്ടി നിർമ്മിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കും. കാരണം ഓരോ കൊടുങ്കാറ്റിനു ശേഷവും സൂര്യൻ ഉദിക്കും, ഓരോ ഇരുട്ടിനു ശേഷവും വെളിച്ചം വരും, ഓരോ തോൽവിക്കു ശേഷവും ഒരു പുതിയ വിജയം നമ്മളെ കാത്തിരിക്കുന്നു. ഇന്ന് ഒരു വാഗ്ദാനം ചെയ്യുക: സ്വയം സ്നേഹിക്കുമെന്ന്, എല്ലാ സാഹചര്യങ്ങളിലും സ്വയം വിശ്വസിക്കുമെന്ന്, ഓരോ തകർച്ചയിലും പ്രതീക്ഷ കണ്ടെത്തുമെന്ന്. ഈ ചിന്ത നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയും നിങ്ങൾക്കൊരു പുതിയ ചിന്തയും ദിശാബോധവും നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മാത്രം അറിയേണ്ട ഒന്നല്ല. ഈ വീഡിയോയിലെ ഏത് ഭാഗമാണ് നിങ്ങളെ ഏറ്റവുമധികം സ്വാധീനിച്ചതെന്ന് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഇങ്ങനെയുള്ള ആഴത്തിലുള്ള വീഡിയോകൾ പുറത്തിറക്കാൻ ഞങ്ങൾക്ക് പ്രചോദനം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും വെല്ലുവിളികൾക്കും വാക്കുകളിലൂടെ ഒരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇഗ്നൈറ്റിംഗ് പവർ എന്ന ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക. കാരണം അടുത്ത തവണ നമ്മൾ വീണ്ടും കാണുമ്പോൾ ഒരു പുതിയ ചിന്തയോടും വെളിച്ചത്തോടും ഊർജ്ജത്തോടും കൂടി നിങ്ങളുടെ സ്ക്രീനിൽ ഞങ്ങൾ ആദ്യമെത്തട്ടെ. ഇതൊരു വെറും വീഡിയോ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുറപ്പെട്ട് ജീവിതത്തെ മാറ്റാൻ സഹായിക്കുന്ന ഒരു യാത്രയാണിത്. ഇഗ്നൈറ്റിംഗ് പവർ, നിങ്ങളുടെ ചിന്തയുടെ കൂട്ടാളി. ഈ പേര് ഓർമ്മിക്കുക, കാരണം ഇവിടെ ഓരോ വീഡിയോയും ഒരു പുതിയ വെളിച്ചം കൊണ്ടുവരുന്നു. ഞങ്ങൾ പോകുന്നു, പക്ഷേ പുതിയൊരു കഥയുമായി, പുതിയൊരു പ്രചോദനവുമായി, പുതിയൊരു തുടക്കവുമായി ഞങ്ങൾ ഉടൻ മടങ്ങിയെത്തും.